ബഹുമാനപ്പെട്ട ചെമ്പ്രകാരം മുത്തപ്പൻ മടപ്പുരയിലെ സ്നേഹനിധികളായ സംഘാടകരെ, കമ്മിറ്റി ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ചെമ്പ്രകാരം മുഹീദ്ദീൻ ജമാഅത്ത് പള്ളിയിലെ കമ്മിറ്റി ഭാരവാഹികളെയും അതുപോലെ നാട്ടുകാരെയും ഈ ഒരു മഹനീയമായ നോമ്പ് ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ നിങ്ങളെല്ലാവരെയും ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൃദയപൂർവ്വം ഓർത്തുവെക്കുന്ന ഒരു നാടുകൂടിയാണ് ഈ ചെമ്പ്രകാനം, ഈ ഏരിയ. കാരണം വളരെ ചെറിയ നാൾ മുതൽ ഉച്ചവെച്ച് നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹനിധികളായ ആളുകളാണ് ഈ നാട്ടുകാരും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സഹോദര മതസ്ഥരായ ആളുകൾ നമ്മളെ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള തോന്നിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇന്നേവരെ ഇവരുടെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് നമുക്കെന്നും ഓർത്തുവെക്കാനാകുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പ്രകാനം മഹല്ല് എന്നത് 100-300ഓളം വീടുകൾ കൂടിച്ചേർന്ന ഒരു വലിയ ഒരു സംഘശക്തിയാണ്. അവിടെ വർഷങ്ങളോളം നമ്മൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ അശരണരായ സാധുക്കളായ ആളുകളെ തേടിപ്പിടിക്കുകയും അവിടെ ഭക്ഷണമില്ലാത്ത അതുപോലെ രോഗികളായ ആളുകളൊക്കെ തേടിപ്പിടിച്ച് അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മതപരമായോ വേർതിരിവില്ലാതെ തന്നെ അത് ചെയ്തു പോകുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ, ആശ്വാസകരമായ, നമുക്കൊക്കെ സന്തോഷം നിറയുന്ന ഒരു സംഭവം കൂടിയാണ്. ഞാനിപ്പോ പറഞ്ഞ, അതായത് നമ്മൾ വലിയൊരു 100-300ഓളം വീടുകളുള്ള സംഘശക്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മത സ്ഥാപനങ്ങളുടെ അതുപോലെ ഒരു വലിയ സംഘടിത ശക്തി എന്ന രീതിയിൽ അഭിമാനിക്കുന്നതിലെ ഉപരി നമ്മുടെയൊക്കെ അഭിമാനം എന്ന് പറയുന്നത് ഈ 50 വർഷക്കാലത്തോളം നമ്മുടെ സഹോദര മതസ്ഥരോട് വളരെ നല്ല രീതിയിൽ അവരെ വേദനിപ്പിക്കാതെ കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു എന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും തലമുറകളിലേക്കും നമ്മുടെ ഈ സ്നേഹവും സൗഹാർദ്ദവും കൈമാറുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാവുകയും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വരും തലമുറകളിലേക്ക് നമ്മുടെ ഈ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിത്ത് പാകണം. ഇന്നിവിടെ മുത്തപ്പൻ മടപ്പുരയിലെ കമ്മിറ്റി ഭാരവാഹികൾ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു മറ്റും മുന്നോട്ട് നീങ്ങണം എന്നുകൂടിയാണ്. അത് നമ്മുടെ മക്കളിലേക്ക് കൈമാറണം. ചിലപ്പോൾ നമ്മുടെ മക്കളിൽ അകത്തലങ്ങളിൽ, അടുക്കളകളിൽ ചിലപ്പോൾ ഇതുപോലെ സൗഹാർദ്ദം ഉണ്ടായെന്ന് വരില്ല. നമ്മൾ ആ സൗഹാർദ്ദമാണ് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ചെറിയ പിഞ്ചു മക്കള് സ്കൂളിൽ നിന്ന് വിട്ടുവന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും മന്യമതസ്ഥർക്ക് എതിരാകുന്ന രീതിയിലുള്ള സംഭാഷണം ഉണ്ടാകുമ്പോൾ ഉടനെ അവരെ തിരുത്തുകയും അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും നല്ല ശീലങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ നല്ലൊരു തലമുറകളെ വാർത്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ സ്നേഹവും സൗഹാർദ്ദവും എന്നും നിലകൊണ്ടുപോകാൻ വേണ്ടി സാധിക്കൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. വൈകിയ വേളയായതുകൊണ്ട് അധികം ഞാൻ സംസാരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം.